മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് 60 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 10 ഈ സ്മാർട്ട് ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 60 പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഇതിൽ വരും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരും. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 188 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.25 mm ആയിരിക്കും. ഇപ്പോൾ ഇതിൽ 6000 mAh ബാറ്ററി ഒക്കെ ഉണ്ടാവും. എന്നാലും വെയിറ്റും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം കുറഞ്ഞ രീതിയിലൊക്കെ തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഫോണിന്റെ സൈഡിൽ ഒരു എക്സ്ട്രാ ബട്ടൺ വരുന്നതായിരിക്കും. ഇത് ക്യാമറ ബട്ടൺ ആണോ അല്ലെങ്കിൽ AI ബട്ടൺ ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും എക്സ്ട്രാ ഒരു ബട്ടൺ വരും. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity A350 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില 30,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് തിരക്കേടില്ലാത്തൊരു പ്രോസസർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ ആയിരിക്കും. പിന്നെ പഴയ മോട്ടറോള എഡ്ജ് 50 പ്രോ എന്ന സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഈ ഒരു പ്രോസസർ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഇപ്പം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെർഷനിൽ 8 GB റാം വെർഷനും 12 GB റാം വെർഷനും 16 GB റാം വെർഷനും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റേണലിന്റെ കാര്യത്തിൽ 128 GB ഇന്റേണൽ വെർഷനും 256 GB ഇന്റേണൽ വെർഷനും 512 GB ഇന്റേണൽ വെർഷനും 1 TB ഇന്റേണൽ വെർഷനൊക്കെ വരുന്നുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വെർഷൻസ് എല്ലാം ലോഞ്ച് ചെയ്യുമോ എന്നും പറയാൻ പറ്റില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ മിക്കവാറും 1 TB ഇന്റേണൽ വെർഷൻ ഒന്നും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല ഈ ഒരു ഫോണിന്റെ. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 13 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. മൂന്നാമത് ഒരു ടെലിഫോട്ടോ ലെൻസ് വരും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എത്ര റെസൊല്യൂഷൻ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ബാറ്ററി വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. അപ്പം പഴയ വെർഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു അപ്ഗ്രേഡ് ആണ്. പിന്നെ പഴയ വെർഷനിൽ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വെർഷനിൽ അങ്ങനെ ആയിരിക്കില്ല. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതും നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ തന്നെയാണ്. പിന്നെ പഴയ വെർഷനിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതിലും വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ല അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ വരുന്നതും ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മോട്ടറോള എഡ്ജ് 50 പ്രോ എന്ന സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ സക്സസർ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം കുറച്ചും കൂടി കൂടിയിട്ട് ഒരു 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും മോട്ടറോളയുടെ എഡ്ജ് 60 പ്രോ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിന് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.